സംസ്ഥാനത്ത് വൈദ്യുതി നിരക്ക് കൂട്ടും. കടുത്ത പ്രതിസന്ധിയെന്നും നിരക്ക് വർധന അനിവാര്യമെന്നും വൈദ്യുതി വകുപ്പ് മന്ത്രി കെ കൃഷ്ണൻകുട്ടി. പ്രത്യേക സമ്മർ താരിഫും പരിഗണനയിൽ. തൃശൂർ ജില്ലയിൽ മഴ കനക്കുന്നു. ജില്ലയിൽ ഓറഞ്ച് അലർട്ട്. കുന്നംകുളം വടക്കാഞ്ചേരി റോഡിൽ മരക്കൊമ്പ് ഒടിഞ്ഞ് ഓട്ടോറിക്ഷയ്ക്ക് മുകളിൽ വീണ് ഡ്രൈവർക്ക് പരിക്ക്. മാളയിൽ തോട്ടിലെ ഒഴുക്ക് തടസ്സപ്പെട്ട വീടുകളിൽ വെള്ളം കയറി. ചെറുതുരുത്തി കലാമണ്ഡലത്തിൽ താൽക്കാലിക അധ്യാപകർ പണിമുടക്കി. പിരിച്ചുവിടൽ റദ്ദാക്കിയ ഉത്തരവ് പ്രാബല്യത്തിൽ വരാത്തതിനാലാണ് പണിമുടക്ക്. കൊടകര കുഴൽപ്പണക്കേസിൽ കൂടുതൽ വെളിപ്പെടുത്തലുമായി ബിജെപി മുൻ ഓഫീസ് സെക്രട്ടറി തിരൂർ സതീഷ്. പണം സൂക്ഷിച്ചത് ബിജെപി ഓഫീസിലെന്ന് സതീഷ്. ബിജെപി തൃശൂർ ജില്ലാ കമ്മിറ്റി പിരിച്ചുവിടണമെന്നും സതീഷ്. കരുവന്നൂർ കള്ളപ്പണ ഇടപാട് കേസിൽ PR അരവിന്ദാക്ഷനും CK ജിൽസിനും ജാമ്യം. ED രജിസ്റ്റർ ചെയ്ത കേസിലാണ് ജാമ്യം. ജാമ്യം നിഷേധിക്കാൻ മതിയായ കാരണങ്ങളില്ലെന്ന് ഹൈക്കോടതി. റവന്യൂ ജില്ലാ കലോത്സവത്തിന് നാളെ കുന്നംകുളത്ത് തുടക്കമാകും. 18 വേദികളിലായാണ് മത്സരങ്ങൾ. കലോത്സവം TCVയിൽ തത്സമയം. വാർത്തകൾ വിശദമായി. സംസ്ഥാനത്ത് വൈദ്യുതി നിരക്ക് കൂടും. കടുത്ത പ്രതിസന്ധിയിലാണെന്നും നിരക്ക് വർധന അനിവാര്യമെന്നും വൈദ്യുതി വകുപ്പ് മന്ത്രി കെ കൃഷ്ണൻകുട്ടി പറഞ്ഞു. പ്രത്യേക സമ്മർ താരിഫ് ഏർപ്പെടുത്തുന്നത് പരിഗണനയിലാണെന്ന് മന്ത്രി പറഞ്ഞു. ആഭ്യന്തര വൈദ്യുത ഉൽപാദനം കുറഞ്ഞതാണ് തിരിച്ചടിയായത്. വേനൽക്കാലത്ത് പുറമേ നിന്ന് വൈദ്യുതി വാങ്ങുന്നതിൽ തടസ്സങ്ങളുണ്ട്. ഇത് മറികടക്കാനാണ് സമ്മർ താരിഫ് പരിഗണിക്കുന്നത്. നിലവിൽ വൈദ്യുതി നിയന്ത്രണം ഉണ്ടാകില്ല. രാത്രിയും പകലും പ്രത്യേക നിരക്ക് ഏർപ്പെടുത്താനും പരിഗണനയിലുണ്ടെന്ന് മന്ത്രി പറഞ്ഞു. സംസ്ഥാനത്ത് അതിതീവ്ര മഴ തുടരുന്നു. തൃശൂരിൽ ഓറഞ്ച് അലർട്ട് പ്രഖ്യാപിച്ചു. ഇന്നും നാളെയും അതിതീവ്ര മഴയ്ക്ക് സാധ്യതയുള്ളതിനാൽ ജാഗ്രത പാലിക്കണമെന്ന് കാലാവസ്ഥാ വകുപ്പിന്റെ മുന്നറിയിപ്പ്. മലപ്പുറം, കണ്ണൂർ, കോഴിക്കോട്, വയനാട്, കാസർഗോഡ് ജില്ലകളിൽ റെഡ് അലർട്ട് പ്രഖ്യാപിച്ചു. തൃശൂരിന് പുറമെ പാലക്കാട്, ഇടുക്കി, എറണാകുളം ജില്ലകളിൽ ഓറഞ്ച് അലർട്ടും പത്തനംതിട്ട, കോട്ടയം, ആലപ്പുഴ ജില്ലകളിൽ യെല്ലോ അലർട്ടുമാണ്. ബുധനാഴ്ച വരെ കേരള തീരത്ത് മത്സ്യബന്ധനത്തിന് വിലക്കുണ്ട്. രൂക്ഷമായ കടലേറ്റത്തിനും സാധ്യതയുണ്ട്. മണ്ണിടിച്ചിൽ, വെള്ളക്കെട്ട് ഭീഷണി നിലനിൽക്കുന്ന ഇടങ്ങളിലുള്ളവർ ക്യാമ്പുകളിലേക്ക് മാറണമെന്ന് മുന്നറിയിപ്പുണ്ട്. മണിക്കൂറിൽ 40 കിലോമീറ്റർ വേഗതയിൽ കാറ്റിനും സാധ്യതയുണ്ട്. മഴ മുന്നറിയിപ്പിന്റെ സാഹചര്യത്തിൽ എല്ലാ ജില്ലകളിലും കൺട്രോൾ റൂമുകൾ തുറന്നിട്ടുണ്ട്. ശക്തമായ കാറ്റിലും മഴയിലും മരക്കൊമ്പ് ഒടിഞ്ഞ് ഓട്ടോറിക്ഷയ്ക്ക് മുകളിലേക്ക് വീണ് ഓട്ടോറിക്ഷ ഡ്രൈവർക്ക് പരിക്കേറ്റു. ഓട്ടോറിക്ഷ ഡ്രൈവർ നസറുദ്ദീനാണ് പരിക്കേറ്റത്. രാവിലെയായിരുന്നു സംഭവം. കുന്നംകുളം വടക്കാഞ്ചേരി റോഡിലൂടെ പോവുകയായിരുന്ന ഓട്ടോറിക്ഷയ്ക്ക് മുകളിലേക്ക് പാലമരത്തിന്റെ കൊമ്പ് ഒടിഞ്ഞു വീഴുകയായിരുന്നു. നഗരസഭാ ജീവനക്കാർ സ്ഥലത്തെത്തി മരക്കൊമ്പ് മുറിച്ചുമാറ്റി. മേഖലയിൽ ഏറെ നേരം ഭാഗികമായി വാഹന ഗതാഗതം തടസ്സപ്പെട്ടു. മരക്കൊമ്പ് അപകട ഭീഷണിയാണെന്ന് വാർഡ് കൌൺസിലർ ബിനു പ്രസാദും നാട്ടുകാരും നഗരസഭയെയും മറ്റു ഉദ്യോഗസ്ഥരെയും അറിയിച്ചിരുന്നുവെങ്കിലും നടപടി ഉണ്ടായില്ലെന്ന് ആരോപണമുണ്ട്. മാളയിൽ തോട്ടിലെ ഒഴുക്ക് തടസ്സപ്പെട്ട് വീടുകളിൽ വെള്ളം കയറി. പിണ്ടാണി പടിഞ്ഞാറെ മിച്ചഭൂമിയിൽ താമസിക്കുന്നവരുടെ വീടുകളിലേക്കാണ് വെള്ളം കയറിയത്. കാരക്കാട്ടമഠം ഉണ്ണികൃഷ്ണൻ, വാഴയ്ക്കാമഠം ഖലീൽ, പെരുമ്പിള്ളി വിലാസിനി, തോപ്പുവളപ്പിൽ ഉണ്ണികൃഷ്ണൻ, പുതിയേടത്ത് ബാബു, പാറയത്ത് ചന്ദ്രവല്ലി, പരുത്തിലാൻ തങ്ക എന്നിവരുടെ വീടുകൾക്ക് ചുറ്റുമാണ് വെള്ളം കയറിയത്. ചെങ്ങമതത്തോട് കയ്യേറി ഗതി മാറ്റി വിട്ടതാണ് ഒഴുക്ക് തടസ്സപ്പെടുത്തിയതെന്ന് പരാതിയുണ്ടെന്ന് മുൻ പഞ്ചായത്ത് അംഗം PC ബാബു പറഞ്ഞു. കനത്ത മഴയെ തുടർന്ന് അരിമ്പൂർ കാഞ്ഞാണി സംസ്ഥാന പാതയിൽ പലയിടങ്ങളിലും വെള്ളക്കെട്ട് രൂക്ഷമായി. താഴ്ന്ന പ്രദേശങ്ങളിലെ റോഡിൽ രൂക്ഷമായ വെള്ളക്കെട്ടാണ് അനുഭവപ്പെടുന്നത്. ഇരുചക്ര വാഹനങ്ങൾ ഉൾപ്പെടെയുള്ള വാഹനങ്ങൾ കടന്നുപോകുമ്പോൾ വഴിയാത്രക്കാരിലേക്കും സമീപത്തെ സ്ഥാപനങ്ങളിലേക്കും വെള്ളം ഇരച്ചെത്തുന്നതും വലിയ ബുദ്ധിമുട്ടാണ് സൃഷ്ടിക്കുന്നത്. കലാമണ്ഡലത്തിൽ താൽക്കാലിക അധ്യാപകർ പണിമുടക്കി. അകാരണമായി പിരിച്ചുവിട്ടതിൽ പ്രതിഷേധിച്ചായിരുന്നു പണിമുടക്ക്. കഴിഞ്ഞ ദിവസം കെ രാധാകൃഷ്ണൻ MP സാംസ്കാരിക വകുപ്പ് മന്ത്രി സജി ചെറിയാനുമായി നടത്തിയ ചർച്ചയെ തുടർന്ന് പിരിച്ചുവിട്ട ജീവനക്കാരെ തിരിച്ചെടുക്കാൻ രജിസ്ട്രാർക്ക് നിർദ്ദേശം നൽകിയിരുന്നു. പിരിച്ചുവിടൽ റദ്ദാക്കിയ ഉത്തരവ് പ്രാബല്യത്തിൽ വരാത്തതാണ് പണിമുടക്കിന് കാരണം. 60ഓളം അധ്യാപകരാണ് ക്ലാസിൽ കയറാതെ പ്രതിഷേധിച്ചത്. ജീവനക്കാരെ പിരിച്ചുവിട്ടു എന്ന് പറഞ്ഞിട്ടാണ് നമുക്കൊരു അറിയിപ്പ് വന്നത്. അതിൻ്റെ ഭാഗമായിട്ട് സാംസ്കാരിക വകുപ്പ് മന്ത്രി അതുപോലെ നമ്മുടെ MLAയും MP ഒക്കെ ഇടപെട്ടതിൻ്റെ അടിസ്ഥാനത്തിൽ ഈ
വന്നിട്ടുള്ള അറിയിപ്പ് റദ്ദാക്കി എന്ന് പറഞ്ഞിട്ട് ഇന്നലെ വൈകുന്നേരം ന്യൂസ് വന്നു. അതിൻ്റെ ഭാഗമായിട്ട് ഇന്നലെ രജിസ്ട്രാറിൻ്റെ നിർദ്ദേശപ്രകാരം കലാമണ്ഡലം ഒഫീഷ്യൽ ഗ്രൂപ്പിൽ സാധാ ഒരു വാട്സപ്പ് ഗ്രൂപ്പിൽ നമുക്കൊരു അറിയിപ്പ് വന്നു. ഇന്ന് ആ വന്നിട്ടുള്ള നമുക്ക് അറിയിപ്പ് തന്നിട്ടുള്ള അറിയിപ്പിനെ റദ്ദാക്കിയിട്ടുണ്ട്, ഇന്ന് മുതൽ ജോയിൻ ചെയ്യാമെന്ന് പറഞ്ഞിട്ടാണ് ഒരു കടലാസ് വന്നത്. പക്ഷെ ഞങ്ങൾക്ക് ആർക്കും ഒഫീഷ്യലായിട്ട് ആർക്കും വന്ന സർക്കുലർ പോലെ തിരിച്ച് ഞങ്ങൾക്ക് കയറാനുള്ള ഒരു സർക്കുലർ ഇതുവരെ ഞങ്ങൾക്ക് കിട്ടിയിട്ടില്ല. കള്ളപ്പണക്കാരെ തുരത്തുമെന്ന് പ്രഖ്യാപിച്ച് അധികാരത്തിലേറിയ പ്രധാനമന്ത്രി നരേന്ദ്രമോദി കോടിക്കണക്കിന് രൂപയുടെ കള്ളക്കണക്ക് ഇടപാട് നടത്തിയ BJP ജില്ലാ കമ്മിറ്റിയെ പിരിച്ചുവിടാൻ തയ്യാറാകണമെന്ന് കൊടകര കുഴൽപ്പണക്കേസിൽ സാക്ഷിയായ BJP ജില്ലാ കമ്മിറ്റി മുൻ ഓഫീസ് സെക്രട്ടറി തിരൂർ സതീഷ് ആവശ്യപ്പെട്ടു. തിരൂരിലെ വസതിയിൽ മാധ്യമപ്രവർത്തകരോട് സംസാരിക്കുകയായിരുന്നു സതീഷ്. BJP ജില്ലാ പ്രസിഡന്റിന്റെ നേതൃത്വത്തിൽ ജനറൽ സെക്രട്ടറി, ട്രഷറർ എന്നിവരുൾപ്പെട്ട ജില്ലാ കമ്മിറ്റി അംഗങ്ങളാണ് കൊടകര കുഴൽപ്പണക്കേസുമായി ബന്ധപ്പെട്ട 9 കോടി രൂപയുടെ കള്ളപ്പണം കൈകാര്യം ചെയ്തത്. ഇക്കാര്യം വിശദമായി 3 തെളിവുകൾ സഹിതം നവംബർ 30-ന് പോലീസിന് മൊഴി നൽകിയിട്ടുണ്ട്. ആ മൊഴിയുടെ അടിസ്ഥാനത്തിൽ ചോദ്യം ചെയ്താൽ പോലീസിന് കേസ് തെളിയിക്കാനാകും. ഈ രാജ്യത്ത് കള്ളപ്പണക്കാരെ ഇല്ലാതെയാക്കും, കള്ളപ്പണക്കാരെ തുരത്തും എന്ന് പറഞ്ഞിട്ടാണ് നരേന്ദ്രമോദിജി നമ്മുടെ ഈ രാജ്യത്തിലെ എല്ലാ ആളുകൾക്കും ഉള്ള അറിയിപ്പ് തന്നിട്ടുള്ളത്. ആ ഭാരതീയ ജനതാ പാർട്ടിയുടെ തന്നെ ജില്ലാ കമ്മിറ്റി ഓഫീസിൽ ഏറ്റവും ഗൗരവപരമായ ഒരു കാര്യമാണിത്. പാർട്ടിയുടെ ജില്ലാ കമ്മിറ്റി ഓഫീസിൽ 9 കോടി രൂപ കള്ളപ്പണം സൂക്ഷിച്ചു. ഏറ്റവും ഗുരുതരമായ കുറ്റമാണത്. പ്രധാനമന്ത്രി തന്നെ കള്ളപ്പണക്കാരെ രാജ്യത്ത് നിന്ന് തുരത്തും എന്ന് പറയുമ്പോൾ പാർട്ടിയുടെ തന്നെ ജില്ലാ കമ്മിറ്റി ഓഫീസിൽ 9 കോടി രൂപ കള്ളപ്പണം സൂക്ഷിച്ചിരിക്കുന്നു. പ്രധാനമന്ത്രി പറഞ്ഞ രീതിയിലനുസരിച്ചാണെങ്കിൽ പ്രധാനമന്ത്രി ഉടനെ തന്നെ പാർട്ടിയുടെ ജില്ലാ കമ്മിറ്റി പിരിച്ചുവിടുകയാണ് വേണ്ടത്. ആ സമയത്ത് BJP ജില്ലാ കമ്മിറ്റി ജില്ലയിലെ ബൂത്ത് കമ്മിറ്റികൾക്ക് നൽകിയ പണം എത്രയാണെന്നും ബാക്കി പണം ആർക്കൊക്കെ നൽകിയെന്നും വെളിപ്പെടുത്താൻ BJP ജില്ലാ നേതൃത്വം തയ്യാറാകണം. BJPയുടെ ജില്ലാ കമ്മിറ്റി അംഗങ്ങൾ ചുമതലയേൽക്കുന്നതിന് മുൻപുള്ള അവരുടെ സ്വത്തുവിവരവും ഇപ്പോഴത്തെ സ്വത്തുവിവരവും പരിശോധിച്ചാൽ കള്ളപ്പണം എവിടെയാണെന്നത് മനസ്സിലാകും. വിതരണം ചെയ്ത് ബാക്കി വന്ന കള്ളപ്പണത്തിൽ 1.5 കോടി രൂപ ഒരു ചാക്കിലും 2 ബിഗ് ഷോപ്പറുകളിലുമായി ജില്ലാ കമ്മിറ്റി ഓഫീസിൽ ഏതാനും ദിവസം സൂക്ഷിച്ചതിന് ശേഷം ജില്ലാ പ്രസിഡന്റ്, ജനറൽ സെക്രട്ടറി, ട്രഷറർ എന്നിവർ ചേർന്ന് ജില്ലാ പ്രസിഡന്റിന്റെ കാറിൽ മാറ്റുകയായിരുന്നു. കള്ളപ്പണ ഇടപാട് നടത്തിയ BJP ജില്ലാ കമ്മിറ്റി ഭാരവാഹികളെ രാജ്യദ്രോഹ കുറ്റം ചുമത്തി അറസ്റ്റ് ചെയ്യണമെന്നും സതീഷ് ആവശ്യപ്പെട്ടു. കള്ളപ്പണ രാജ്യദ്രോഹ കുറ്റമാണ്. അത് എന്തിനു ഉപയോഗിച്ചു? അത് ഉപയോഗിച്ച ആളുകൾ ഇപ്പോഴും ജില്ലയുടെ നേതാക്കന്മാരായിട്ട് വിലസിക്കൊണ്ടിരിക്കുകയാണ്. എന്നിട്ട് ഇത് ഞാൻ പറയുന്ന പകൽ പോലെ വെളിച്ചമായിട്ട് ഞാൻ പറഞ്ഞുകൊണ്ടിരിക്കുക എൻ്റെ കണ്ണിൽ കണ്ട കാര്യങ്ങൾ. ആ കാര്യങ്ങൾക്ക് മറുപടി പറയാണ്ട് ഈ കള്ളത്തരം ചെയ്തത് എന്തിനാന്ന് വെളിപ്പെടുത്താതെ എന്നെ വ്യക്തിപരമായി അധിക്ഷേപിച്ചുകൊണ്ടിരിക്കുക. ഇവരെന്ത് എന്നെ വ്യക്തിപരമായിട്ട് അധിക്ഷേപിച്ചാലും ഞാൻ ഈ പറഞ്ഞ ഈ കള്ളപ്പണം എവിടെയാണ്, എന്താണ് കൊണ്ടുപോയത് എന്ന് ഞാൻ ഇവരോട് ചോദിച്ചുകൊണ്ടിരിക്കും. ജില്ലാ പ്രസിഡന്റാണ് അവിടുത്തെ സർവാധികാരി. ജില്ലാ പ്രസിഡന്റ് എല്ലാ ആളുകളെയും പേടിപ്പെടുത്തിയിട്ടും ഭീഷണിപ്പെടുത്തിയിട്ട് നിർത്തുന്ന ഒരാളാണ്. അപ്പൊ അദ്ദേഹം പറയാണ്ട് ഈ ജനറൽ സെക്രട്ടറിക്കായാലും ട്രഷറർക്കായാലും കാര്യങ്ങൾ ചെയ്യാൻ പറ്റില്ല. ഇവരാണ് ഈ കാര്യങ്ങൾ ചെയ്യണമെങ്കിൽ ഫുള്ള് ജില്ലാ പ്രസിഡന്റ് ചുമതലയിൽ വേണം. TCV ന്യൂസ്, തൃശൂർ. കരുവന്നൂർ കള്ളപ്പണ ഇടപാട് കേസിൽ PR അരവിന്ദാക്ഷനും CK ജിൽസിനും ജാമ്യം. ED രജിസ്റ്റർ ചെയ്ത കേസിലാണ് കർശന ഉപാധികളോടെ ജാമ്യം അനുവദിച്ചത്. ജാമ്യം നിഷേധിക്കാൻ മതിയായ കാരണങ്ങളില്ലെന്ന് ഹൈക്കോടതി വ്യക്തമാക്കി. അരവിന്ദാക്ഷന് കള്ളപ്പണം ഇടപാടിൽ നേരിട്ട് പങ്കുണ്ടെന്ന് ED കോടതിയിൽ വാദിച്ചിരുന്നു. വടക്കാഞ്ചേരി നഗരസഭാ കൌൺസിലറായ അരവിന്ദാക്ഷന് ജാമ്യം നൽകിയാൽ അന്വേഷണത്തെ തടസ്സപ്പെടുത്തുമെന്നും വാദിച്ചിരുന്നു. അരവിന്ദാക്ഷന് കരുവന്നൂർ ബാങ്കിൽ 50 ലക്ഷത്തിന്റെ സ്ഥിര നിക്ഷേപമുണ്ടെന്നും ഇത് ബിനാമി ലോണുകൾ വഴി ലഭിച്ച പണമാണെന്നും ED കോടതിയിൽ വെളിപ്പെടുത്തിയിരുന്നു. 2023 സെപ്റ്റംബർ 26-നാണ് കരുവന്നൂർ കേസിൽ അരവിന്ദാക്ഷനെ അറസ്റ്റ് ചെയ്തത്. റവന്യൂ ജില്ലാ കലോത്സവത്തിന് നാളെ കുന്നംകുളത്ത് തുടക്കമാകും. 18 വേദികളിലായി ചൊവ്വ, വ്യാഴം, വെള്ളി, ശനി ദിവസങ്ങളിലായാണ് മത്സരങ്ങൾ. ഗവൺമെന്റ് മോഡൽ ബോയ്സ് ഹയർ സെക്കൻഡറി സ്കൂൾ, ബദനി സെന്റ് ജോൺ സ്കൂൾ, ചിറളയം ബദനി കോൺവെന്റ് ഗേൾസ് സ്കൂൾ തുടങ്ങിയ വേദികളിൽ മത്സരങ്ങൾ നടക്കും. കുട്ടികളുടെ പഠന നിലവാരം പരിശോധിക്കുന്നതിന് NCERT നടത്തുന്ന നാഷണൽ അച്ചീവ്മെന്റ് സർവേ നടക്കുന്നതിനാൽ ബുധനാഴ്ച മത്സരങ്ങൾ ഉണ്ടാകില്ല. വ്യാഴാഴ്ചയാണ് കലോത്സവത്തിന്റെ ഔപചാരിക ഉദ്ഘാടനം. കലോത്സവം TCV തത്സമയം സംപ്രേഷണം ചെയ്യും. കഥാരചന, ലളിതഗാനം, നാടോടി നൃത്തം, കോൽക്കളി, മോഹിനിയാട്ടം, ഒപ്പന, മൂകാഭിനയം തുടങ്ങിയ ഇനങ്ങളിലുള്ള മത്സരങ്ങൾ നാളെ നടക്കും.
സംസ്ഥാനത്തെ വിവിധ ജില്ലകളിലേക്ക് രാസലഹരി മരുന്ന് കടത്തുന്ന സംഘത്തിലെ മുഖ്യപ്രതി പോലീസ് പിടിയിലായി. ആലപ്പുഴ സ്വദേശി അമ്പലത്തുവീട്ടിൽ സുധീർ സിയാദിനെയാണ് തൃശൂർ സിറ്റി പോലീസ് കമ്മീഷണറുടെ നേതൃത്വത്തിലുള്ള ലഹരി വിരുദ്ധ സ്ക്വാഡ് അറസ്റ്റ് ചെയ്തത്. ബംഗളൂരുവിൽ നിന്നാണ് പ്രതി പിടിയിലായത്. ദേശീയപാത മുടിക്കോട് ആഡംബര ബസ്സിൽ MDMA കടത്തിയ കേസിലെ അന്വേഷണത്തിലാണ് സുബ്ബൻ എന്ന് വിളിക്കുന്ന സുധീർ പിടിയിലായത്. ബംഗളൂരിൽ വെച്ച് പരിചയപ്പെടുന്ന മലയാളി വിദ്യാർത്ഥികളെ ഉപയോഗിച്ചാണ് വിവിധ ജില്ലകളിലേക്ക് ഇയാൾ ലഹരി കടത്തിയിരുന്നതെന്ന് പോലീസ് പറഞ്ഞു. ടൂറിസ്റ്റ് കേന്ദ്രങ്ങളിലും വിവിധ ഹോട്ടലുകളിലും കേന്ദ്രീകരിച്ച് നടത്തുന്ന DJ പാർട്ടികളിൽ ഹാപ്പിനെസ്, ഓൺ വൈബ് എന്നീ പേരുകളിൽ ലഹരി വസ്തുക്കൾ എത്തിക്കുന്നത് സുധീറിന്റെ നേതൃത്വത്തിലുള്ള സംഘമാണെന്ന് പോലീസ് പറഞ്ഞു. തൃശൂർ തിരുവമ്പാടി ലെവൽ ക്രോസിലെ റോഡ് അറ്റകുറ്റപ്പണികൾ നടത്തി ഗതാഗത യോഗ്യമാക്കണമെന്ന് തൃശൂർ റെയിൽവേ പാസഞ്ചേഴ്സ് അസോസിയേഷൻ. പൂങ്കുന്നം മേൽപ്പാലത്തിന് ബദലായി നിരവധി വാഹനങ്ങൾ കടന്നുപോകുന്ന റോഡ് കുണ്ടും കുഴിയും നിറഞ്ഞ അവസ്ഥയിലാണ്. ഇരുചക്ര വാഹന യാത്രികർ വലിയ കുഴികളിൽ മറിഞ്ഞു വീണ് അപകടമുണ്ടാകുന്നത് സാധാരണയാണ്. റെയിൽവേയും കോർപ്പറേഷനും എത്രയും വേഗം തങ്ങളുടെ പരിധിയിൽ വരുന്ന ഭാഗങ്ങൾ അറ്റകുറ്റപ്പണികൾ നടത്തി റോഡ് ഗതാഗത യോഗ്യമാക്കണമെന്ന് ആവശ്യപ്പെട്ട് അസോസിയേഷൻ നിവേദനങ്ങൾ നൽകി. IMA തൃശൂർ ബ്രാഞ്ചിന് 2 ദേശീയ പുരസ്കാരം. മികച്ച ബ്രാഞ്ച് പ്രസിഡന്റിനുള്ള ദേശീയ അവാർഡ് തൃശൂർ IMA പ്രസിഡന്റ് ഡോക്ടർ ജോസഫ് ജോർജിന് ലഭിച്ചു. ഏറ്റവും കൂടുതൽ രക്തം ശേഖരിച്ച് വിതരണം ചെയ്തതിന് ദേശീയ തലത്തിൽ 1ാം സ്ഥാനം രാമവർമ്മപുരം IMA ബ്ലഡ് ബാങ്കിന് ലഭിച്ചു. ഈ മാസം 27-ന് ഹൈദരാബാദിൽ പുരസ്കാരങ്ങൾ സമ്മാനിക്കും. ചന്ദ്രാപിന്നിയിൽ ജോലിക്കിടെ KECB ജീവനക്കാർക്ക് കടന്നൽ കുത്തേറ്റു. കാട്ടൂർ ഇലക്ട്രിക്കൽ സെക്ഷനിലെ ലൈൻമാൻമാരായ സുധി സജിമോൻ, ഡ്രൈവർ പൃഥ്വിരാജ് എന്നിവർക്കാണ് കടന്നൽ കുത്തേറ്റത്. ചന്ദ്രാപിന്നി മധുരംപള്ളി ഭാഗത്ത് വെച്ചാണ് ജോലിക്കിടെ ഇവർക്ക് കടന്നൽ കുത്തേറ്റത്. ഇവരെ കരാഞ്ചിറയിലെ സ്വകാര്യ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. കഴിഞ്ഞ ദിവസം ചന്ദ്രാപിന്നി കണ്ണമ്പുള്ളിപ്പുറത്ത് കടന്നൽ കുത്തേറ്റ് തൊഴിലുറപ്പ് തൊഴിലാളിയായ സ്ത്രീ മരിച്ചിരുന്നു. സംസ്ഥാന സാമൂഹ്യനീതി വകുപ്പിന്റെ ആഭിമുഖ്യത്തിൽ അന്താരാഷ്ട്ര ഭിന്നശേഷി ദിനാചരണം ഉണർവ് എന്ന പേരിൽ ചൊവ്വാഴ്ച വിവിധ പരിപാടികളോടെ തൃശൂരിൽ ആഘോഷിക്കുമെന്ന് വകുപ്പ് മന്ത്രി ആർ ബിന്ദു പറഞ്ഞു. സമഗ്രവും സുസ്ഥിരവുമായ ഭാവിക്കായി ഭിന്നശേഷിയുള്ളവരുടെ നേതൃത്വം വർദ്ധിപ്പിക്കുക എന്ന പ്രമേയവുമായാണ് ഇക്കുറി അന്താരാഷ്ട്ര ഭിന്നശേഷി ദിനാചരണം സംഘടിപ്പിക്കുന്നത്. തൃശൂരിൽ നടക്കുന്ന സംസ്ഥാന ഭിന്നശേഷി ദിനാചരണത്തിൽ ഭിന്നശേഷി പുരസ്കാരങ്ങളുടെയും വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിൽ ഭിന്നശേഷി വിദ്യാർത്ഥികളെ പഠനത്തിൽ സഹായിക്കുന്ന മികച്ച NSS, NCC, SPC യൂണിറ്റുകൾക്കുള്ള സഹചാരി പുരസ്കാരങ്ങളുടെ വിതരണവും ഭിന്നശേഷിക്കാർ നേതൃത്വം നൽകുന്ന വിവിധ കലാ അവതരണങ്ങളും നടക്കും. 20 വിഭാഗങ്ങളിലായി 31 പേർക്കാണ് ഇക്കുറി സംസ്ഥാന ഭിന്നശേഷി പുരസ്കാരങ്ങൾ സമ്മാനിക്കുന്നത്. ഇൻഡോർ സ്റ്റേഡിയത്തിൽ നടക്കുന്ന ദിനാചരണത്തിന്റെ ഉദ്ഘാടനവും പുരസ്കാര സമർപ്പണവും സാമൂഹ്യനീതി വകുപ്പ് മന്ത്രി ഡോക്ടർ ആർ ബിന്ദു നിർവഹിക്കും. മന്ത്രി അഡ്വക്കേറ്റ് കെ രാജൻ അധ്യക്ഷത വഹിക്കും. വിവിധ പാർട്ടികളിൽ നിന്നും ജനതാദൾ എസിൽ അംഗത്വം എടുത്ത 60 പേർക്ക് സ്വീകരണം നൽകി. പുതിയതായി പാർട്ടിയിൽ വന്നവരെ തൃശൂർ ജില്ലാ പ്രസിഡന്റ് അഡ്വക്കേറ്റ് CT ജോഫി ഷാൾ അണിയിച്ച് സ്വീകരിച്ചു. മണ്ഡലതലത്തിലും ജില്ലാതലത്തിലും വിവിധ പാർട്ടികളിൽ പ്രവർത്തിച്ചിരുന്ന നേതാക്കളാണ് ജനതാദൾ എസിൽ ചേർന്നിട്ടുള്ളത്. പാർട്ടി സംസ്ഥാന കമ്മിറ്റി അംഗങ്ങളായ ജോൺ വാഴപ്പിള്ളി, രാഘവൻ മുളങ്ങാടൻ, ജില്ലാ ജനറൽ സെക്രട്ടറി പ്രീജു ആന്റണി, ജില്ലാ സെക്രട്ടറി രാജൻ ഐനിക്കുന്നൻ, ജില്ലാ വൈസ് പ്രസിഡന്റ് ഷൺമുഖൻ വടക്കംപറമ്പിൽ, രഞ്ജിത്ത് തുടങ്ങിയവർ സംസാരിച്ചു. ജില്ലാ ഓട്ടോ ഡ്രൈവേഴ്സ് യൂണിയൻ INTUC വടക്കാഞ്ചേരി മണ്ഡലം സമ്മേളനവും അംഗങ്ങൾക്കുള്ള ID കാർഡ് വിതരണവും നടന്നു. ഓട്ടോ ഡ്രൈവേഴ്സ് യൂണിയൻ ജില്ലാ പ്രസിഡന്റ് AT ജോസ് ഉദ്ഘാടനം ചെയ്തു. മണ്ഡലം പ്രസിഡന്റ് VR ശ്രീകാന്ത് അധ്യക്ഷത വഹിച്ചു. ചടങ്ങിൽ മുൻ മണ്ഡലം പ്രസിഡന്റ് CK രാമചന്ദ്രനെ അനുസ്മരിച്ചു. കോൺഗ്രസ് മണ്ഡലം പ്രസിഡന്റ് ബിജു തുടങ്ങിയവർ സംസാരിച്ചു. മറ്റത്തൂരിലെ ജൈവ കർഷകരുടെ കൂട്ടായ്മയിൽ ആരംഭിച്ച ജൈവ കർഷക ചന്തയുടെ പ്രവർത്തനം ശ്രദ്ധേയമാകുന്നു. രാസവളവും രാസകീടനാശിനിയും ഉപയോഗിക്കാതെ വിളയിച്ചെടുത്ത കാർഷിക ഉൽപ്പന്നങ്ങളാണ് ആഴ്ചയിൽ ഒരിക്കൽ മാത്രം പ്രവർത്തിക്കുന്ന ജൈവ കർഷക വിപണിയിലുള്ളത്. കേരള ജൈവ കർഷക സമിതിയുടെ മറ്റത്തൂർ പഞ്ചായത്ത് യൂണിറ്റാണ് ജൈവ കർഷക ചന്തയ്ക്ക് തുടക്കം കുറിച്ചിട്ടുള്ളത്. ജനങ്ങൾക്ക് വിഷമയമല്ലാത്ത പഴങ്ങളും പച്ചക്കറികളും ലഭ്യമാക്കാനും ജൈവ കൃഷിയെ പ്രോത്സാഹിപ്പിക്കാനും ലക്ഷ്യമിട്ടാണ് ഇത്തരമൊരു സംരംഭത്തിന് തുടക്കം കുറിച്ചിട്ടുള്ളതെന്ന് മറ്റത്തൂരിലെ ജൈവ കർഷകനും റിട്ടയർഡ് DTOയുമായ PV വേലായുധൻ പറഞ്ഞു. മാരകമായ വിഷമാണ് നമ്മൾ നിത്യവും കഴിച്ചുകൊണ്ടിരിക്കുന്നത്. എന്നാൽ ഞങ്ങൾ കേരള ജൈവ കർഷക സമിതിയുടെ മറ്റത്തൂർ പഞ്ചായത്ത് യൂണിറ്റ് കുറച്ചു കാലമായി ആഗ്രഹിക്കുന്നതാണ് ജൈവ ചന്ത തുടങ്ങുക എന്നുള്ളത്. ഞങ്ങളുടെ അംഗങ്ങളുടെ വീട്ടിൽ ഉണ്ടാക്കുന്ന ജൈവ ഉൽപ്പന്നങ്ങൾ അത് അല്പമുള്ളെങ്കിൽ പോലും എല്ലാ ഞായറാഴ്ചയും 2 മണി മുതൽ ഇത്
നടത്തിക്കൊണ്ടു പോകാനാണ് ആഗ്രഹിക്കുന്നത്. ഇതിന്റെ വിജയം അനുസരിച്ച് ആഴ്ചയിൽ 2, 3, 4 എല്ലാ ദിവസമോ നടത്തിക്കൊണ്ടു പോകാനാണ് താല്പര്യം. പലരും അതിന് നല്ല സ്വീകരണമാണ് തന്നുകൊണ്ടിരിക്കുന്നത്. വിവിധ ഇനം പച്ചക്കറികൾ, പഴവർഗ്ഗങ്ങൾ എന്നിവയാണ് ജൈവ കർഷക ചന്തയിൽ വിൽപ്പന നടത്തുന്നത്. ജൈവ കർഷക സമിതിയിലെ അംഗങ്ങൾ വിളയിച്ചെടുക്കുന്ന ഉൽപ്പന്നങ്ങളാണ് പ്രധാനമായും ചന്തയിലെത്തുന്നത്. അംഗങ്ങളല്ലാത്തവർക്കും ജൈവ രീതിയിൽ ഉൽപ്പാദിപ്പിക്കുന്ന കാർഷിക വിഭവങ്ങൾ ചന്തയിൽ എത്തിച്ച് ഇതിന്റെ വിലയ്ക്ക് തുല്യമായ തൂക്കത്തിലുള്ള മറ്റ് പച്ചക്കറികൾ കൊണ്ടുപോകാനാകും. തുടക്കമെന്ന നിലയ്ക്ക് ഞായറാഴ്ചകളിൽ മാത്രമാണ് ചന്ത പ്രവർത്തിക്കുന്നത്. ഈ ഉദ്യമം വിജയകരമായാൽ ആഴ്ചയിൽ 3-4 ദിവസങ്ങളായി ചന്തയുടെ പ്രവർത്തനം മാറ്റാനും ആലോചനയുണ്ട്. ആദ്യ ദിവസം തന്നെ നിരവധി പേരാണ് ജൈവ ഉൽപ്പന്നങ്ങൾ തേടി ചന്തയിലെത്തിയത്. മറ്റത്തൂർ പഞ്ചായത്തിലെ എല്ലാ വാർഡുകളിലും യൂണിറ്റുകൾ രൂപവൽക്കരിച്ച് ജൈവ കൃഷിയെ കൂടുതൽ പ്രചാരത്തിലാക്കാനാണ് സമിതിയുടെ തീരുമാനം. TCV ന്യൂസ്, കൊടകര. കുടിവെള്ളക്ഷാമം പരിഹരിക്കുന്നതിന്റെ ഭാഗമായി ശ്രീനാരായണപുരം പഞ്ചായത്ത് പതിയാശ്ശേരിയിൽ വാട്ടർ കിയോസ്ക് സ്ഥാപിച്ചു. പഞ്ചായത്ത് പ്രസിഡന്റ് MS മോഹനൻ ഉദ്ഘാടനം ചെയ്തു. വൈസ് പ്രസിഡന്റ് സജിത പ്രദീപ് അധ്യക്ഷത വഹിച്ചു. വികസനകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ KA അയ്യൂബ്, വാർഡ് മെമ്പർ സെറീന സഗീർ, ജൂനിയർ സൂപ്രണ്ട് രതീഷ്, KA ബഷീർ, മിസി, ഇസ്മായിൽ എന്നിവർ സംസാരിച്ചു. അധികൃതരുടെ അനാസ്ഥ മൂലം കൊച്ചന്നൂർ ചിറളിപ്പുഴ തെക്കേത്തൊടി കോൾ കൃഷി സമിതിയിലെ കർഷകർക്ക് കൃഷി ഇറക്കാൻ കഴിയുന്നില്ലെന്ന് ആക്ഷേപം. റീബിൽഡ് കേരള പദ്ധതിയിൽ ഉൾപ്പെടുത്തി അനുവദിച്ച 20 HP സബ്മേഴ്സിംഗ് പമ്പ് ഇതുവരെയും സ്ഥാപിക്കാത്തതുമൂലം പാടം കൃഷിക്ക് അനുയോജ്യമാക്കി മാറ്റാൻ കഴിഞ്ഞിട്ടില്ല. 3 കൃഷിഭവൻ പരിധിയിൽ കിടക്കുന്ന പാടശേഖരത്തിലെ കൃഷിഭൂമികൾ കർഷകരുടെ സൌകര്യാർത്ഥം ഒരു കൃഷിഭവന്റെ കീഴിലാക്കണമെന്ന് നവകേരള സദസ്സിൽ ഉൾപ്പെടെ ആവശ്യപ്പെട്ടിട്ടും അധികൃതർ നടപടി സ്വീകരിച്ചില്ല. വർഷാവർഷം സബ്സിഡിക്ക് ഇവിടുത്തെ കർഷകർ സാക്ഷ്യപത്രം പുതുക്കാൻ ആശ്രയിക്കേണ്ടത് മലപ്പുറത്തെ PKDAയാണ്. ഇതിന് തൃശൂർ ജില്ലയിൽ ഏതെങ്കിലും കൃഷി ഓഫീസർക്ക് ചുമതല നൽകണമെന്ന ആവശ്യവും ഇതുവരെ പരിഗണിക്കപ്പെട്ടിട്ടില്ലെന്ന് കോൾ കർഷക ഭാരവാഹികൾ പറഞ്ഞു. കർഷക സമിതിയെയും KLDCCയെയും അറിയിക്കാതെ കരിച്ചാൽ കടവിൽ നിർമ്മിക്കുന്ന റെഗുലേറ്റർ കം ബ്രിഡ്ജിന്റെ നിർമ്മാണവുമായി ബന്ധപ്പെട്ട് പടവിലെ 100 അടി ബണ്ടിന്റെ 40 മീറ്റർ നീളത്തിൽ പൂർണ്ണമായും കോരിമാറ്റിയിരുന്നു. ഇതിന് പകരമായി നിർമ്മിച്ച താൽക്കാലിക ബണ്ട് വെള്ളം താഴ്ത്താൻ പര്യാപ്തമല്ലെന്നും കൃഷി നടത്താൻ കഴിയാത്ത നിലയിൽ വരമ്പ് ഉപയോഗശൂന്യവുമാണെന്ന് കോൾ കർഷക സമിതി ചൂണ്ടിക്കാട്ടി. സമിതി പ്രസിഡന്റ് PA ഷംസുദ്ദീൻ, സെക്രട്ടറി യൂസഫ്, വൈസ് പ്രസിഡന്റ് മുജീബ്, ട്രഷറർ അഷ്റഫ്, ജോയിന്റ് സെക്രട്ടറി മുഹമ്മദ് ആലി എന്നിവർ വാർത്താസമ്മേളനത്തിൽ പങ്കെടുത്തു. അംബേദ്കർ സാംസ്കാരിക സമിതി പ്രവർത്തക കൺവെൻഷൻ ചാലക്കുടിയിൽ സംഘടിപ്പിച്ചു. കാലടി സംസ്കൃത സർവകലാശാല അധ്യാപകൻ ഡോക്ടർ ഷാജു നെല്ലായി കൺവെൻഷൻ ഉദ്ഘാടനം ചെയ്തു. സമിതി ചെയർമാൻ സുബ്രഹ്മണ്യൻ ഇരിപ്പശ്ശേരി അധ്യക്ഷത വഹിച്ചു. സംഗീത സംവിധായകൻ KK രാമദാസിനെ യോഗത്തിൽ ആദരിച്ചു. കേന്ദ്ര സർക്കാരിന്റെ MSME മന്ത്രാലയത്തിന് കീഴിലുള്ള തൃശൂരിലെ സംസ്ഥാനതല ഡെവലപ്മെന്റ് ആൻഡ് ഫെസിലിറ്റേഷൻ ഓഫീസിന്റെ നേതൃത്വത്തിൽ ബുധൻ, വ്യാഴം ദിവസങ്ങളിലായി ദ്വിദിന വെണ്ടർ ഡെവലപ്മെന്റ് പരിപാടി സംഘടിപ്പിക്കും. കേന്ദ്ര MSME മന്ത്രാലയം നടപ്പാക്കുന്ന പബ്ലിക് പ്രൊക്യൂർമെന്റ് പോളിസിയുടെ സുഗമമായ നടത്തിപ്പും ഒപ്പം കേന്ദ്ര സംസ്ഥാന പൊതുമേഖലാ സ്ഥാപനങ്ങൾക്ക് ആവശ്യമായ ഉൽപ്പന്നങ്ങളും സേവനങ്ങളും നൽകാൻ കഴിയുന്ന അനുയോജ്യരായ ചെറുകിട സംരംഭകരെ കണ്ടെത്തുക എന്ന ലക്ഷ്യവുമായാണ് പരിപാടി സംഘടിപ്പിക്കുന്നത്. MSME തൃശൂർ ഡെവലപ്മെന്റ് ആൻഡ് ഫെസിലിറ്റേഷൻ ഓഫീസിൽ നടക്കുന്ന പരിപാടി സംസ്ഥാന പബ്ലിക് സെക്ടർ ട്രാൻസ്ഫോർമേഷൻ ബോർഡ് ചെയർമാൻ K അജിത് കുമാർ ഉദ്ഘാടനം ചെയ്യും. MSME തൃശൂർ DFO ജോയിന്റ് ഡയറക്ടർ GS പ്രകാശ്, ഓഫീസ് ഒഫീഷ്യൽ സെബാസ്റ്റ്യൻ ജോസഫ് എന്നിവർ വാർത്താസമ്മേളനത്തിൽ പങ്കെടുത്തു. എരുമപ്പെട്ടി തിരുഹൃദയം ഫെറോന പള്ളിയിലെ മതബോധന യൂണിറ്റിന്റെ വാർഷികാഘോഷവും അവാർഡ് ദാനവും നടന്നു. തൃശൂർ കൃഷി വിജ്ഞാൻ കേന്ദ്രം പ്രൊഫസർ ഡോക്ടർ മേരി റെജീന വാർഷികാഘോഷം ഉദ്ഘാടനം ചെയ്തു. വികാരി ഫാദർ ജോഷി ആളൂർ അധ്യക്ഷനായി. നവവൈദികൻ ഫാദർ ദേവസി തയ്യിലിനെ ചടങ്ങിൽ ആദരിച്ചു. സഹവികാരി ഫാദർ പ്രകാശ് പുത്തൂർ, സിസ്റ്റർ ആനി ജോൺ, PTA പ്രസിഡന്റ് MB തോമസ് തുടങ്ങിയവർ സംസാരിച്ചു. സ്റ്റേറ്റ് തലത്തിൽ റെസ്ലിംഗ് കരസ്ഥമാക്കി ഗോൾഡ് മെഡൽ, സിൽവർ മെഡലിസ്റ്റ്.
ലോക എയ്ഡ്സ് ദിനത്തിന്റെ ഭാഗമായി എടത്തിരുത്തി ഗ്രാമപഞ്ചായത്തും ചാമക്കാല കുടുംബാരോഗ്യ കേന്ദ്രവും സംയുക്തമായി ഐക്യദാർഢ്യ പ്രതിജ്ഞയെടുത്തു. E.T. ടൈസൺ MLA മുഖ്യാതിഥിയായി. എടത്തിരുത്തി പഞ്ചായത്ത് പ്രസിഡന്റ് T.K. ചന്ദ്രബാബു പ്രതിജ്ഞാവാചകം ചൊല്ലിക്കൊടുത്തു. ചാമക്കാല കുടുംബാരോഗ്യ കേന്ദ്രം ജൂനിയർ പബ്ലിക് ഹെൽത്ത് നഴ്സ് KN സുമ, എടത്തിരുത്തി പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ശൈലജ രവീന്ദ്രൻ, ആരോഗ്യ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ MS നിഖിൽ, വികസനകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ PR നിഖിൽ തുടങ്ങിയവർ പങ്കെടുത്തു. വിട്ടുനിൽക്കണമെന്നും ആരോഗ്യകരമായ ജീവിതത്തിന്റെ തുല്യനിലയിൽ എടത്തിരുത്തി സെന്റ് ഡാൻസ് ഗേൾസ് ഹൈസ്കൂളിൽ വോളിബോൾ ടീം പുനരാരംഭിച്ചു. തൃശൂർ സ്പോർട്സ് കൌൺസിൽ പ്രസിഡന്റ് KR സാംബശിവൻ ഉദ്ഘാടനം ചെയ്തു. PTA പ്രസിഡന്റ് ജോമൻ വലിയ വീട്ടിൽ അധ്യക്ഷത വഹിച്ചു. നവകിരൺ സ്പോർട്സ് ക്ലബ്ബ് അംഗം പ്രശോഭിതൻ മുനപ്പിൽ, നാഷണൽ വോളിബോൾ കോച്ച് PC രവി, MPTA പ്രസിഡന്റ് അമ്പിളി പ്രിൻസ്, സ്കൂൾ പ്രധാന അധ്യാപിക സിസ്റ്റർ ലിസ് ജോ, കായിക അധ്യാപിക സുജ ഷാജൻ എന്നിവർ സംസാരിച്ചു. നമ്മുടെ സ്കൂളിനെ സഹായിക്കുന്നതിന് വേണ്ടി നമ്മൾ സാമൂഹ്യ പ്രതിബദ്ധതയുള്ള കാലഘട്ടത്തിൽ ചെറിയ കുട്ടികൾക്ക് വരെ നമ്മുടെ ഭക്ഷണക്രമമൊക്കെ മാറിയതിന്റെ ഭാഗമായി വലിയ അസുഖങ്ങൾ. എടത്തിരുത്തി പഞ്ചായത്ത് കേരളോത്സവം സമാപിച്ചു. ചന്ദ്രാപിനി ഡിങ്കൻസ് ക്ലബ്ബ് ഓവറോൾ ചാമ്പ്യന്മാരായി. എടത്തിരുത്തി സ്റ്റോൺ ഫെറി ക്ലബ്ബ് 2ാം സ്ഥാനവും സ്വാതി ക്ലബ്ബ് ചന്ദ്രാപിനി 3ാം സ്ഥാനവും നേടി. സമാപന സമ്മേളനം E.T. ടൈസൺ MLA ഉദ്ഘാടനം ചെയ്തു. പഞ്ചായത്ത് പ്രസിഡന്റ് T.K. ചന്ദ്രബാബു അധ്യക്ഷത വഹിച്ചു. ചലച്ചിത്ര താരം മഞ്ജു സുഭാഷ് മുഖ്യാതിഥിയായി. പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ശൈലജ രവീന്ദ്രൻ, പഞ്ചായത്ത് വികസനകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ PR നിഖിൽ, ആരോഗ്യ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ MS നിഖിൽ, ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ വാസന്തി തിലകൻ, ബ്ലോക്ക് പഞ്ചായത്ത് അംഗം VS ജിനീഷ് തുടങ്ങിയവർ പങ്കെടുത്തു. പുറനാട്ടുകര കേന്ദ്രീയ വിദ്യാലയത്തിന്റെ വാർഷികം ആഘോഷിച്ചു. ജില്ലാ കളക്ടർ അർജുൻ പാണ്ഡ്യൻ അധ്യക്ഷത വഹിച്ചു. ചലച്ചിത്ര സംവിധായകൻ പ്രിയനന്ദനൻ വിശിഷ്ടാതിഥിയായിരുന്നു. അക്കാദമിക് മികവ് പുലർത്തിയ വിദ്യാർത്ഥികളെയും മികച്ച അധ്യാപകരെയും കലാകായിക മത്സര വിജയികളെയും ജില്ലാ കളക്ടർ ആദരിച്ചു. പ്രിൻസിപ്പൽ PV സുധാകരൻ, വൈസ് പ്രിൻസിപ്പൽ TN ബാലകൃഷ്ണൻ എന്നിവർ സംസാരിച്ചു. കാക്കശ്ശേരി ശ്രീ അയ്യപ്പൻകാവിൽ തത്വമസി ക്ഷേത്ര സമിതിയുടെ നേതൃത്വത്തിൽ ദേശവിളക്കും അന്നദാനവും വെള്ളിയാഴ്ച നടക്കുമെന്ന് ഭാരവാഹികൾ അറിയിച്ചു. വെള്ളിയാഴ്ച വൈകിട്ട് 6-ന് ചിറ്റാറ്റുകര വാഴപ്പിലാത്ത് നാട്ടുപരദേവതാ ക്ഷേത്രത്തിൽ നിന്നും പാലക്കൊമ്പ് എഴുന്നള്ളിപ്പ് ആരംഭിച്ച് രാത്രി 9-ന് ക്ഷേത്ര സന്നിധിയിൽ എത്തിച്ചേരും. ക്ഷേത്രസമിതി ഭാരവാഹികളായ രാജേഷ് ആട്ടൂർ, പ്രതാപൻ വടക്കത്ത്, ഷൺമുഖൻ ചേന്നമ്പുള്ളി, പ്രകാശൻ മണ്ണുംകാട്ട്, അജയൻ പള്ളിയിൽ എന്നിവർ വാർത്താസമ്മേളനത്തിൽ പങ്കെടുത്തു. ജില്ലാ ശിശുക്ഷേമ സമിതി സംഘടിപ്പിക്കുന്ന ക്ലിന്റ് സ്മാരക സംസ്ഥാന ബാലചിത്ര രചനാ മത്സരം ശനിയാഴ്ച തൃശൂരിൽ നടക്കും. ഗവൺമെന്റ് മോഡൽ ഗേൾസ് ഹൈസ്കൂളാണ് മത്സരവേദി. ജനറൽ പ്രത്യേക ശേഷി വിഭാഗങ്ങളിൽ 4 ഉപഗ്രൂപ്പുകളായി തരംതിരിച്ചാണ് മത്സരങ്ങൾ നടക്കുന്നത്. ആദ്യ 3 സ്ഥാനക്കാർക്ക് ജില്ലാ സമിതി സമ്മാനങ്ങൾ നൽകും. ആദ്യ 5 സ്ഥാനക്കാരുടെ ചിത്രരചനകൾ സംസ്ഥാന മത്സരത്തിനായി അയച്ചു നൽകുമെന്നും ഭാരവാഹികൾ അറിയിച്ചു. വാർത്താസമ്മേളനത്തിൽ സംസ്ഥാന ശിശുക്ഷേമ സമിതി എക്സിക്യൂട്ടീവ് അംഗം MK പശുപതി, ജില്ലാ വൈസ് പ്രസിഡന്റ് ഡോക്ടർ P ഭാനുമതി, ജില്ലാ സെക്രട്ടറി PK വിജയൻ എന്നിവർ പങ്കെടുത്തു. വിനോദ് അഗ്രശാലയുടെ കുത്തും കോമയും എന്ന നോവൽ ചലച്ചിത്ര നടൻ TG രവി പ്രകാശനം ചെയ്തു. പ്രമുഖ എഴുത്തുകാരൻ പ്രവീൺ ചന്ദ്രൻ ആദ്യ പ്രതി ഏറ്റുവാങ്ങി. മുതിർന്ന മാധ്യമപ്രവർത്തകൻ അലക്സാണ്ടർ സാം അധ്യക്ഷത വഹിച്ചു. സാഹിത്യകാരൻ C രാധാകൃഷ്ണൻ, യുവ ഇംഗ്ലീഷ് നോവലിസ്റ്റ് ഹരി ഗോവിന്ദനെ ചടങ്ങിൽ അനുമോദിച്ചു. EK നരേന്ദ്രൻ, RK രവി, പ്രൊഫസർ T കൃഷ്ണകുമാർ, റെജി കളത്തിൽ, JP നാരായണൻ എന്നിവർ സംസാരിച്ചു.
ചിറ്റിലപ്പള്ളി പുലിയം തൃക്കോവിൽ ശ്രീ മഹാശിവക്ഷേത്രത്തിൽ 7ാമത് അയ്യപ്പൻ വിളക്ക് മഹോത്സവവും പ്രസാദൂട്ടും ആഘോഷിച്ചു. ചിറ്റിലപ്പള്ളി വ്യാസപീഠം സെന്ററിൽ നിന്നും പാലക്കൊമ്പ് എഴുന്നള്ളിപ്പ് ആരംഭിച്ചു. ഗജവീരൻ ചിറക്കൽ പത്മനാഭൻ കോലമേറ്റി. മുരളി അടാട്ടിന്റെ നേതൃത്വത്തിൽ പഞ്ചവാദ്യം അകമ്പടിയായി. ക്ഷേത്രം ട്രസ്റ്റ് പ്രസിഡന്റ് എം നാരായണൻകുട്ടി, സെക്രട്ടറി സീതാദേവി നാരായണൻ, ബാബുരാജ് പാറമേൽ, സദാശിവൻ ഓടാട്ടിൽ എന്നിവർ വിളക്കാഘോഷത്തിന് നേതൃത്വം നൽകി. തൃശൂർ തിരുഹൃദയ റോമൻ കാത്തലിക് ലത്തീൻ ദേവാലയത്തിൽ ഫാമിലിയ എന്ന പേരിൽ ഇടവക സംഗമം ആഘോഷിച്ചു. വികാരി ഫാദർ ജോസഫ് ജോഷി മുട്ടിക്കൽ പതാക ഉയർത്തി. ആഘോഷ പരിപാടികൾ ഹൈബി ഈഡൻ MP ഉദ്ഘാടനം ചെയ്തു. പി ബാലചന്ദ്രൻ MLA അധ്യക്ഷത വഹിച്ചു. സിനിമ ടെലിവിഷൻ താരം സാജു കൊടിയൻ മുഖ്യാതിഥിയായി. ഡിവിഷൻ കൌൺസിലർ സിന്ധു ആൻഡോ ചാക്കോള, സഹവികാരി ഫാദർ മിഥിൻ ടൈറ്റസ് പുളിക്കത്തറ, കുണ്ടുകാട് ധ്യാനകേന്ദ്രം ഡയറക്ടർ ഫാദർ ക്രിസ്റ്റി മരത്തോന്ദ്ര, ഗുരുവായൂർ കൌൺസിലർ മാഗി ആൽബർട്ട്, C സ്മിത എന്നിവർ സംസാരിച്ചു. ജനറൽ കൺവീനർ ബെന്നി ചക്കാലക്കൽ, കൈക്കാരന്മാരായ മൈക്കിൾ നോറോണ, റോമി തോമസ്, ഡീന ജോൺസൺ, ഷെറിൻ സാജു എന്നിവർ നേതൃത്വം നൽകി. തുടർന്ന് കലാമത്സരങ്ങളും പ്രതിഭകളെ ആദരിക്കലും സമ്മാന വിതരണവും നടന്നു. ഇരവിമംഗലം സെന്റ് മേരീസ് ഇടവകയുടെ സുവർണ ജൂബിലി ആഘോഷിച്ചു. പൊതുസമ്മേളനം അതിരൂപതാ സഹായ മെത്രാൻമാർ ടോണി നീലങ്കാവിൽ ഉദ്ഘാടനം ചെയ്തു. നടത്തറ പഞ്ചായത്ത് പ്രസിഡന്റ് ശ്രീവിദ്യ രാജേഷ് അധ്യക്ഷത വഹിച്ചു. മേയർ MK വർഗീസ് വിശിഷ്ടാതിഥിയായി. സമാപന സമ്മേളനം അതിരൂപതാ ആർച്ച് ബിഷപ്പ് മാർ ആൻഡ്രൂസ് താഴത്ത് ഉദ്ഘാടനം ചെയ്തു. റവന്യൂ മന്ത്രി അഡ്വക്കേറ്റ് K രാജൻ അധ്യക്ഷത വഹിച്ചു. ജൂബിലി സുവനീർ മന്ത്രിയും ഗുഡ് സമരിറ്റൻ സംഘടനയുടെ ലോഗോ ബിഷപ്പും പ്രകാശനം ചെയ്തു. ബ്രദർ ജോസ് ചുങ്കത്ത്, വികാരി ഡോക്ടർ ജോൺസൺ ചിറ്റിലപ്പള്ളി, ജൂബിലി കൺവീനർ ബാബു കൈതാരത്ത് എന്നിവർ സംസാരിച്ചു. വിവിധ കലാപരിപാടികളും സമ്മാന വിതരണവും നടന്നു. വാണിജ്യം. വ്യാപാരികൾക്ക് കച്ചവട അഭിവൃദ്ധിയും ഉപഭോക്താക്കൾക്ക് ഇരട്ടി ലാഭവുമായി മാക്സ് വിൻ M-Pay എന്ന കൊമേഴ്സ് പ്ലാറ്റ്ഫോം പ്രവർത്തനം ആരംഭിച്ചു. വ്യാപാരികൾക്ക് ബിൽ പേയ്മെന്റുകൾക്കൊപ്പം പർച്ചേസും പരസ്യവും വരെ M-Pay ബിൽ പേയ്മെന്റ് ആപ്ലിക്കേഷൻ വഴി ഇനി ലഭ്യമാകും. ബിൽ പേയ്മെന്റുകളിൽ 1 മുതൽ 99% വരെ ഉറപ്പായ ഡിസ്കൗണ്ടുകളോടെ തടസ്സമില്ലാത്തതും സുരക്ഷിതവുമായ ഇടപാടുകളാണ് മാക്സ് വിൻ കൊമേഴ്സ് പ്രൈവറ്റ് ലിമിറ്റഡിന്റെ പേയ്മെന്റ് ആപ്പായ M-Pay വാഗ്ദാനം ചെയ്യുന്നത്. ഒപ്പം M-Gold സേവനത്തിലൂടെ ഇതേ പ്ലാറ്റ്ഫോമിലൂടെ ഉപഭോക്താക്കൾക്ക് വെറും 10 രൂപ മുതൽ സ്വർണം വാങ്ങാനും വിൽക്കാനുമുള്ള സൗകര്യവും റിവാർഡ് പോയിന്റുകൾ ഉപയോഗപ്പെടുത്തി ഉൽപ്പന്നങ്ങൾ ലേലം ചെയ്തു വാങ്ങാനുമുള്ള സൗകര്യവും ഒരുക്കിയിട്ടുണ്ട്. കൂടാതെ M-Screen സേവനത്തിലൂടെ തിരക്കേറിയ വ്യാപാര സ്ഥാപനങ്ങളിൽ സ്മാർട്ട് സ്ക്രീൻ സ്ഥാപിച്ച് ഇതിലൂടെ സൗജന്യമായി സ്ഥാപനത്തിന്റെ പരസ്യവും പ്രൊമോഷനും ചെയ്യാനുമാകും. തൃശൂർ പൂത്തോൾ ലേഷോർ ബിസിനസ് പാർക്കിൽ നടന്ന ചടങ്ങിൽ റവന്യൂ മന്ത്രി അഡ്വക്കേറ്റ് K രാജൻ M-Payയുടെ ഒഫീഷ്യൽ ലോഞ്ചിംഗ് നിർവഹിച്ചു. കേരള വ്യാപാരി വ്യവസായി ഏകോപന സമിതി സംസ്ഥാന പ്രസിഡന്റ് രാജു അപ്സര ഓഫീസ് ഉദ്ഘാടനം ചെയ്തു. P ബാലചന്ദ്രൻ MLA അധ്യക്ഷത വഹിച്ചു. മാക്സ് വിൻ കൊമേഴ്സ് പ്രൈവറ്റ് ലിമിറ്റഡ് ചെയർമാൻ KV അബ്ദുൽ ഹമീദ്, തൃശൂർ കോർപ്പറേഷൻ പ്രതിപക്ഷ നേതാവ് രാജൻ J പല്ലൻ, കൌൺസിലർ അനൂപ് ഡേവിസ് കാട, വ്യാപാരി വ്യവസായി ഏകോപന സമിതി ജില്ലാ ജനറൽ സെക്രട്ടറി NR വിനോദ് കുമാർ, ട്രഷറർ ജോയി മൂത്തേടൻ, യൂണിറ്റ് പ്രസിഡന്റ് AL ടോണി, മാക്സ് വിൻ ചീഫ് ലീഗൽ ഓഫീസർ അഡ്വക്കേറ്റ് S രാജേന്ദ്രൻ, ജനറൽ മാനേജർ നസീബ് യൂസഫ് എന്നിവർ സന്നിഹിതരായി. ആപ്പ് സ്റ്റോറിലും പ്ലേ സ്റ്റോറിലും ലഭ്യമാകുന്ന M-Payയുടെ സേവനങ്ങൾ ഉടൻ തന്നെ ഉപഭോക്താക്കൾക്ക് ലഭ്യമാകുമെന്ന് മാക്സ് വിൻ ചെയർമാൻ KV അബ്ദുൽ ഹമീദ് പറഞ്ഞു. സ്വർണം, വെള്ളി, പ്ലാറ്റിനം നിരക്കുകൾ. തരകൻസ് റോയൽ ജ്വല്ലറി സ്വർണ്ണവില നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് നിങ്ങളുടെ അമൂല്യമായ വജ്രത്തിന് ഇനി മുഴുവൻ മൂല്യവും തരകൻസ് റോയൽ ജ്വല്ലറി, കുന്നംകുളം, ഷാർജ. സ്വർണം ഗ്രാമിന് 7075, പവന് 56,600. വെള്ളി ഗ്രാമിന് 97, പ്ലാറ്റിനം ഗ്രാമിന് 3193 രൂപ. തരകൻസ് റോയൽ ജ്വല്ലറി സ്വർണ്ണവില നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് നിങ്ങളുടെ അമൂല്യമായ വജ്രത്തിന് ഇനി മുഴുവൻ മൂല്യവും തരകൻസ് റോയൽ ജ്വല്ലറി, കുന്നംകുളം, ഷാർജ. പ്രധാന വാർത്തകൾ വീണ്ടും.
സംസ്ഥാനത്ത് വൈദ്യുതി നിരക്ക് കൂട്ടും. കടുത്ത പ്രതിസന്ധിയെന്നും നിരക്ക് വർധന അനിവാര്യമെന്നും വൈദ്യുതി വകുപ്പ് മന്ത്രി കെ കൃഷ്ണൻകുട്ടി. പ്രത്യേക സമ്മർ താരിഫും പരിഗണനയിൽ. തൃശൂർ ജില്ലയിൽ മഴ കനക്കുന്നു. ജില്ലയിൽ ഓറഞ്ച് അലർട്ട്. കുന്നംകുളം വടക്കാഞ്ചേരി റോഡിൽ മരക്കൊമ്പ് ഒടിഞ്ഞ് ഓട്ടോറിക്ഷയ്ക്ക് മുകളിൽ വീണ് ഡ്രൈവർക്ക് പരിക്ക്. മാളയിൽ തോട്ടിലെ ഒഴുക്ക് തടസ്സപ്പെട്ട വീടുകളിൽ വെള്ളം കയറി. ചെറുതുരുത്തി കലാമണ്ഡലത്തിൽ താൽക്കാലിക അധ്യാപകർ പണിമുടക്കി. പിരിച്ചുവിടൽ റദ്ദാക്കിയ ഉത്തരവ് പ്രാബല്യത്തിൽ വരാത്തതിനാലാണ് പണിമുടക്ക്. കൊടകര കുഴൽപ്പണക്കേസിൽ കൂടുതൽ വെളിപ്പെടുത്തലുമായി ബി.ജെ.പി. മുൻ ഓഫീസ് സെക്രട്ടറി തിരൂർ സതീഷ്. പണം സൂക്ഷിച്ചത് ബി.ജെ.പി. ഓഫീസിലെന്ന് സതീഷ്. ബി.ജെ.പി. തൃശൂർ ജില്ലാ കമ്മിറ്റി പിരിച്ചുവിടണമെന്നും സതീഷ്. കരുവന്നൂർ കള്ളപ്പണ ഇടപാട് കേസിൽ പി.ആർ. അരവിന്ദാക്ഷനും സി.കെ. ജിൽസിനും ജാമ്യം. ഇ.ഡി. രജിസ്റ്റർ ചെയ്ത കേസിലാണ് ജാമ്യം. ജാമ്യം നിഷേധിക്കാൻ മതിയായ കാരണങ്ങളില്ലെന്ന് ഹൈക്കോടതി. റവന്യൂ ജില്ലാ കലോത്സവത്തിന് നാളെ കുന്നംകുളത്ത് തുടക്കമാകും. 18 വേദികളിലായാണ് മത്സരങ്ങൾ. കലോത്സവം ടി.സി.വിയിൽ തത്സമയം. ഇതോടെ വാർത്താ ബുള്ളറ്റിൻ പൂർണ്ണമാകുന്നു. നമസ്കാരം.